സൈനികമായും സാമ്പത്തികമായും ഒരു രാജ്യത്തെ തകർക്കാൻ ലോകശക്തികൾ ഒന്നിക്കുന്നു. എന്നാൽ ഏതുപരോധത്തിലും തളരാതെ പൊരുതുന്ന റഷ്യ ലോകത്തിന് അത്ഭുതമാണ്. ലോക ഭൂപടത്തിൽ റഷ്യ എന്ന പേര് വെറുമൊരു രാജ്യം എന്നതിനപ്പുറം വലിയൊരു പോരാട്ട വീര്യത്തിന്റെ അടയാളമാണ്. റഷ്യയുടെ വടക്കേ അറ്റത്തെ മുർമാൻസ്ക് തുറമുഖത്ത് നിന്ന് -ഡിഗ്രി തണുപ്പിൽ കൂറ്റൻ കപ്പലുകൾ പുകതുപ്പി പുറപ്പെടുമ്പോൾ അവ റഷ്യയുടെ ആത്മാഭിമാനവും ആത്മവിശ്വാസവുമാകുന്നു. അമേരിക്കയെ വിറപ്പിക്കുന്ന ലോകക്രമം മാറ്റിവരയ്ക്കുന്ന റഷ്യൻ കരുത്തിന്റെ അദൃശ്യ പ്രയാണമാണത്. ഷാഡോ ഫ്ലീറ്റ്. സൈനിക അകമ്പടിയോടെയല്ലാതെ തന്നെ ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ റഷ്യൻ കപ്പലുകൾക്ക് ഇന്ന് പ്രത്യേക വൈഭവമുണ്ട്. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അദൃശ്യ നാവികശക്തിയായി മാറുകയാണ് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് വിലക്കുകളെയും പ്രൈസ് ക്യാപ്പുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നൂറുകണക്കിന് കപ്പലുകളാണ് ഇന്ന് സമുദ്രങ്ങളിൽ നീങ്ങുന്നത്. പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇതിനെ നിഴൽ കപ്പലുകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ റഷ്യയ്ക്കത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ്. നിഗൂഢമായ ഉടമസ്ഥാവകാശങ്ങളിലൂടെയും പേരുമാറ്റങ്ങളിലൂടെയും ഈ കപ്പലുകൾ സമുദ്രം കടക്കുമ്പോൾ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ നിസ്സഹായരാകും. ഇതിനെ നിയമലംഘനമായല്ല, മറിച്ച് ഏകപക്ഷീയമായ ഉപരോധങ്ങൾക്കെതിരെയുള്ള ജനാധിപത്യപരമായ പോരാട്ടമായാണ് കണക്കാക്കുന്നത്. ഇൻഷുറൻസിനായി ലണ്ടനിലെ കമ്പനികളെ കാത്തുനിൽക്കാതെ സ്വന്തം റിസ്കിൽ കടലിലിറങ്ങുന്ന ഈ കപ്പലുകളെ റഷ്യയുടെ അജേയമായ കരുത്തിന്റെ പ്രതീകമായി കണക്കാക്കാം. റഷ്യക്കെതിരെ അമേരിക്കയും നാറ്റോ സഖ്യവും തീർത്ത ഉപരോധങ്ങളുടെ വേലിക്കെട്ടിനെയാണ് കടൽ തിരമാലകളെ പോലെ വകഞ്ഞുമാറ്റി റഷ്യൻ കപ്പലുകൾ ജൈത്രയാത്ര തുടരുന്നത്. ഗ്രിഞ്ച് പോലെയുള്ള ഭീമൻ കപ്പലുകൾ പാശ്ചാത്യ സാമ്പത്തിക ക്രമത്തിന് മേലുള്ള റഷ്യയുടെ കനത്ത വെല്ലുവിളിയാണ്. സമാധാനത്തിന്റെ വക്താക്കളെന്ന് കരുതുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെ സ്വാർത്ഥ താൽപര്യത്തിനായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അൽബോറൻ കടലിൽ അരങ്ങേറുന്നത്. മെഡിറ്ററേനിയൻ കടലിന്റെ പ്രവേശന കവാടമായ ഇവിടെ റഷ്യൻ ചരക്കു കപ്പലുകളെ തടയുന്നതിലൂടെ ഫ്രഞ്ച് നാവികസേന നടത്തുന്നത് കേവലം സുരക്ഷാ പരിശോധനയല്ല, മറിച്ച് റഷ്യയുടെ സാമ്പത്തിക നട്ടലൊടിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ്. നൂതന യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് നിരായുധരായ റഷ്യൻ നാവികരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെയാണ് വ്ളാഡിമിർ പുടിൻ എന്ന നേതാവിന്റെ ദീർഘവീക്ഷണം പ്രസക്തമാകുന്നത്. തങ്ങളുടെ പാത തടയാൻ വരുന്നവർ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾക്കുമേൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും മുന്നോട്ടുള്ള കുതിപ്പിന് ആയുധമാക്കുക എന്നതാണ് പുടിന്റെയും റഷ്യയുടെയും ശീലവും. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഊർജ്ജോപഭോക്താക്കളായ ഇന്ത്യയും ചൈനയും റഷ്യയുടെ ഏറ്റവും വലിയ വിപണികളായി മാറുകയായിരുന്നു. ഷാഡോ ഫ്ലീറ്റിലെ നൂറുകണക്കിന് കപ്പലുകൾ സൈബീരിയൻ തീരത്തു നിന്നും മുർമാൻസ്കിൽ നിന്നും ആഴ്ചകൾ നീളുന്ന യാത്രയ്ക്കൊടുവിൽ ഗുജറാത്തിലെ ജാംനഗറിലേക്കോ ചൈനയിലെ ഷാങ്ഹായ് തീരങ്ങളിലേക്കോ അടുക്കുമ്പോൾ റഷ്യ തകർക്കുന്നത് അമേരിക്കൻ ഉപരോധ തന്ത്രങ്ങളാണ്. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്തെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും സ്വന്തം ജനതയുടെ ക്ഷേമത്തിനാണ് മുൻഗണനയെന്ന് പ്രഖ്യാപിച്ച് റഷ്യയുമായി കൈകോർത്ത ഇന്ത്യയുടെ നിലപാട് പാശ്ചാത്യർക്ക് വലിയ തിരിച്ചടി നൽകുകയും ചെയ്തു. ചൈന റഷ്യയുടെ തന്ത്രപ്രധാന പങ്കാളിയായി നിലകൊള്ളുകയും പസഫിക് സമുദ്രത്തിലൂടെയുള്ള പുതിയ വ്യാപാര പാതകൾ സുഗമമാക്കുകയും ചെയ്യുന്നു. ഡോളറിന് പകരമായി രൂപയിലും യുവാനിലും വ്യാപാരം നടക്കുന്നത് പാശ്ചാത്യ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുകയാണ്. ഏഷ്യൻ വിപണികൾ റഷ്യൻ ഇന്ധനത്തിന് സുരക്ഷിതമായ ഇടമൊരുക്കുമ്പോൾ ഷാഡോ ഫ്ലീറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഐക്യത്തിന്റെയും റഷ്യയുടെ തളരാത്ത പോരാട്ട വീര്യത്തിന്റെയും അടയാളമായി മാറുകയാണ്. മാത്രമല്ല, അമേരിക്കയുടെ സാമ്പത്തിക ഏകാധിപത്യത്തിന് വെല്ലുവിളിയുയർത്തുന്ന കരുത്തുറ്റ ഒരു ബദൽ ശക്തിയാണ് ബ്രിക്സ്. റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ പരാജയപ്പെടുത്തുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വലിയ പങ്കാണ് വഹിക്കുന്നത്. പാശ്ചാത്യ ലോകം റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. റഷ്യയെ നേരിടാൻ ഇറങ്ങിത്തിരിച്ച യൂറോപ്പ് ഇന്ന് സ്വന്തം തന്ത്രങ്ങളുടെ കെണിയിലാണ്. റഷ്യൻ ഇന്ധനം തടഞ്ഞതോടെ യൂറോപ്പിലെ ഇന്ധനവില കുതിച്ചുയരുകയും ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്യുന്നു. ലോകത്തിന് റഷ്യയുടെ ഇന്ധനം ആവശ്യമാണെന്നും അവിടെ ഉപരോധങ്ങൾ വെറുമൊരു കടലാസ് കഷ്ണമാണെന്നും റഷ്യ തെളിയിക്കുന്നു. ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ മുട്ടുകുത്തിക്കാമെന്ന് മോഹിക്കുന്നവർ ഇന്ന് സ്വന്തം സാമ്പത്തിക തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. റഷ്യയുടെ ഈ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒന്നാണ് നോർത്തേൺ സീ റൂട്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണുവെട്ടിക്കാനും ദൂരക്കൂടുതൽ കുറയ്ക്കുവാനുമായി റഷ്യ വികസിപ്പിച്ചെടുത്ത പാതയാണിത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന സുയസ് കനാലിനും മലായ് കടലിടുക്കുകൾക്കും മുകളിലൂടെ റഷ്യ കണ്ടെത്തിയ വജ്രായുധമാണ് നോർത്തേൺ സീ റൂട്ട്. ആർട്ടിക്കിലെ മഞ്ഞുപാളികൾക്കിടയിലൂടെ റഷ്യൻ ആയുധപ്പുരയിലെ കൂറ്റൻ ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾ വഴി തുറക്കുന്ന ഈ പാത യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ദൂരം ഏതാണ്ട് 40% കുറയ്ക്കുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നാവികസേനകൾക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ള ഈ ആർട്ടിക്കൽ പാതയിലൂടെ റഷ്യൻ കപ്പലുകൾ സുരക്ഷിതമായി ഇന്ത്യയിലേക്കും ചൈനയിലേക്കും കുതിക്കുന്നു. പാശ്ചാത്യ നിരീക്ഷണ ക്യാമറകൾക്കും ഉപരോധങ്ങൾക്കും പിടികൊടുക്കാതെ സമുദ്രത്തിലെ പുതിയ സൗജന്യ പാതയായി ഇതിനെ റഷ്യ മാറ്റിക്കഴിഞ്ഞു.
ഇന്ത്യയും ചൈനയും പോലെ വൻ ശക്തികളെ കൂട്ടുപിടിച്ച് റഷ്യ കെട്ടിപ്പടുക്കുന്ന ഈ പുതിയ ലോകക്രമത്തിൽ ആധിപത്യത്തെക്കാൾ പ്രാധാന്യം അതിജീവനത്തിനാണ്. ചരിത്രത്തിന്റെ താളുകളിൽ എന്നും തലയുയർത്തി നിന്നിട്ടുള്ള റഷ്യ ഇന്നും തോൽക്കാൻ തയ്യാറല്ല. പടിഞ്ഞാറൻ ലോകം തീർത്ത ഉപരോധത്തിന്റെ വേലിക്കെട്ടുകൾ ഓരോന്നായി തകർത്തെറിഞ്ഞ് ഷാഡോ ഫ്ലീറ്റുകൾ സമുദ്രം കീഴടക്കുമ്പോൾ അവിടെ അസ്തമിക്കുന്നത് അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ കറുത്ത നാളുകളാണ്.